ഹലോ നമസ്കാരം, ഷാനിഫ് അയിരൂരാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫ്ലൈറ്റ് യാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. യിൽ നിന്നും 2026 പുതുവർഷത്തിൽ ആദ്യത്തെ ഒരു യാത്ര നെടുമ്പാശ്ശേരിയിലേക്ക്. ഫ്ലൈറ്റിൽ ഇതുവരെ യാത്ര ചെയ്യാത്ത എൻ്റെ ഫാമിലി, കുട്ടികൾ, അതുപോലെ പ്രിയ കൂട്ടുകാർ, സൗഹൃദങ്ങൾ, അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ദുബായ് ടെർമിനൽ 1 നിന്നും നമ്മുടെ നെടുമ്പാശ്ശേരിയിലേക്കുള്ള ഒരു യാത്രയാണ്. പുതുവർഷത്തിൽ പുതിയ പ്രോഗ്രാം, ആൽബം ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് ദുബായിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. ദുബായ് എയർപോർട്ടിലെ ലഗേജ് ഫ്ലൈറ്റിൽ കയറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ കുറേ വീഡിയോസും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ട സൗഹൃദങ്ങളുടെ അറിവുകൾ ഒരുപാടുണ്ട്. ലഗേജുകൾ സുരക്ഷിതമല്ലാതെ വലിച്ചെറിയുന്നു എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ കാലം മാറി. ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മുടെ ലഗേജ്, നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ പുറപ്പെടുന്നത്, എവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ ലഗേജ് നമ്മളുടെ കയ്യിലെത്തുന്നു, അതും വളരെ സുരക്ഷിതമായി. എയർ ഇന്ത്യയിലാണ് ഞാൻ യാത്ര പുറപ്പെടുന്നത്. ദുബായിൽ നിന്നും ഏകദേശം 4 മണിക്കൂറുള്ള ഒരു യാത്രയാണ് ഈ ഒരു ഫ്ലൈറ്റ് യാത്ര. ഓരോ യാത്രയിലും ഓരോ അനുഭവങ്ങളാണ് കിട്ടാറുള്ളത്. ഇന്നത്തെ ഈ ഒരു യാത്രയിൽ ദുബായ് എയർപോർട്ടിൻ്റെ ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങൾ പകർത്താൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ കാര്യം. പല രാജ്യങ്ങളുടെയും ഫ്ലൈറ്റുകൾ 3 മിനിറ്റിനുള്ളിൽ ഓരോ ഫ്ലൈറ്റും പറന്നിറങ്ങുകയും പറന്ന് പൊങ്ങുകയും ചെയ്യുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട്. ആകാശയാത്ര എല്ലാവർക്കും ഒരു സ്വപ്നമാണ്. ആകാശയാത്ര ഒരു അത്ഭുതമാണ്. ആ അത്ഭുതങ്ങൾ കണ്ടറിഞ്ഞവർ വളരെ ചുരുക്കമാണ്. കണ്ടറിയാത്തവർ ഇപ്പോഴും നമുക്ക് മുന്നിലൂടെ നമ്മുടെ സൗഹൃദങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ ഒരുപാട് കഥകൾ പ്രവാസികൾക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത സൗഹൃദങ്ങൾക്കുണ്ടായിരിക്കും. വിൻഡോ സീറ്റ് ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഫ്ലൈറ്റിൻ്റെ ലാസ്റ്റ് സീറ്റായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ നന്നായി വീഡിയോ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ദുബായ് എയർപോർട്ടിൻ്റെ മനോഹരമായിട്ടുള്ള ഭംഗി നിങ്ങൾക്ക് കാണാൻ കഴിയും. എയർപോർട്ടിൻ്റെ ഒരറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 കണക്കിന് ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്തിരിക്കുന്ന എയർപോർട്ടാണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ടെർമിനൽ 1, ടെർമിനൽ 2, ടെർമിനൽ 3 എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ടെർമിനൽ 3യിൽ നിന്നുമാണ് ഞാൻ സഞ്ചരിക്കുന്ന ഈ വിമാനം പറന്നു പൊങ്ങാൻ പോകുന്നത്. റൺവേയിലാണ് ഇപ്പോൾ വിമാനമുള്ളത്. മലയാളികളും ഫോറിനേഴ്സും തമിഴ് സൗഹൃദങ്ങളും ഒക്കെയുള്ള ഒരു വലിയ യാത്രയാണ്. പറന്നു പൊങ്ങിയാൽ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് മാത്രമല്ല, ദുബായിയുടെ ഭംഗി നമ്മൾക്ക് കാണാൻ കഴിയും. ആ കാഴ്ച നിങ്ങൾക്ക് കാണാം. യാത്ര മനോഹരമാക്കാൻ ഫ്ലൈറ്റിൽ ഫോറിനേഴ്സിൻ്റെയും മറ്റ് ഭാഷാ സൗഹൃദങ്ങളുടെയും കൂട്ടുകെട്ടിൽ പറന്നു പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു സുഖമുള്ള യാത്ര സമ്മാനിക്കുമെന്ന് കരുതാം. ഫ്ലൈറ്റുകൾ ഒരുപാടുണ്ടെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെങ്കിൽ എയർ ഇന്ത്യ എന്ന വിമാനം എല്ലാ മലയാളികൾക്കും ഇഷ്ടമാണ്. പല വിഷയങ്ങളിലും പല പ്രശ്നങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്ന എയർ ഇന്ത്യ വിമാനം പറന്ന് പൊങ്ങുമ്പോൾ മനസ്സിൽ ഒരു ചങ്കിടിപ്പാണ്. ഫ്ലൈറ്റിനുള്ളിലെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടും പാലിച്ചുകൊണ്ടും സൗഹൃദങ്ങൾ കളിയും ചിരിയുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നീലാകാശത്ത് മേഘങ്ങൾക്കിടയിലൂടെ പറക്കാൻ ഒരുങ്ങുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഇനി കാഴ്ചകൾ നല്ല ഭംഗിയോടെ കാണാം.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വിമാനയാത്രയും ഓരോ ആകാശയാത്രയും ഓരോരുത്തർക്കും പല അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഈ യാത്രയിലും എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഈ കാണുന്നത് കേരളത്തിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ട് നെടുമ്പാശ്ശേരിയുടെ രാത്രി വൈബാണ്. രാത്രിയിലെ മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ കാഴ്ചകൾ കണ്ടിറങ്ങുന്ന ഒരുപാട് പ്രവാസി സൗഹൃദങ്ങളും ഒരുപാട് കൂട്ടുകാരും ഒരുപാട് ഫോറിനേഴ്സും ഈ ഫ്ലൈറ്റിലുണ്ട്, ഈ വിമാനത്തിലുണ്ട്. ഒരുപാട് പ്രതീക്ഷകളോടെ പറന്നിറങ്ങുന്ന മനസ്സുകളുണ്ട്. ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന വിമാനയാത്ര എല്ലാവർക്കും അനുഭവങ്ങളായി കാണാനും യാത്ര ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പകലിൽ തുടങ്ങിയ എൻ്റെ ആകാശയാത്ര 4 മണിക്കൂർ സമയം അവസാനിച്ചത് മനോഹരമായ യാത്രയിലാണ്. പകലിലെ ആകാശ സൗന്ദര്യവും രാത്രിയിലെ ആകാശ സൗന്ദര്യവും രണ്ടും 2 തരത്തിലാണ്. എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയട്ടെ, എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയട്ടെ. എല്ലാ യാത്രകളും എല്ലാവർക്കും സന്തോഷകരമാകട്ടെ. ഇനി അടുത്ത യാത്രയിലെ വീഡിയോയുമായി വീണ്ടും കാണാം.